ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന് മുമ്പിൽ മൊഴി നൽകി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമലയിൽ നിന്ന് കടത്തിയ സ്വർണ്ണപ്പാളികൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ പുരാവസ്തുവായി വിറ്റുവെന്നും 500 കോടിയുടെ മൂല്യം അതിനുണ്ടെന്നും മുമ്പ് രമേശ് ചെന്നിത്തല ആരോപിച്ചിരുന്നു. തനിക്ക് വിവരങ്ങൾ കൈമാറിയത് ഒരു വ്യവസായിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതാരെന്നുള്ള വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് മൊഴിയെടുപ്പിന് ശേഷം ചെന്നിത്തല പ്രതികരിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഈഞ്ചക്കലിലെ ഓഫീസിലെത്തിയാണ് രമേശ് ചെന്നിത്തല മൊഴി നൽകിയത്. കുറച്ചു ദിവസങ്ങളായി രമേശ് ചെന്നിത്തല മൊഴി നൽകാൻ എത്തുമെന്ന വാർത്തകൾ പുറത്തുവന്നിരുന്നെങ്കിലും പല അസൗകര്യങ്ങൾ മൂലം നീണ്ടുപോവുകയായിരുന്നു. 2 തവണ മൊഴിയെടുക്കാനെത്തുമെന്ന് അറിയിച്ചെങ്കിലും അദ്ദേഹം എത്തിയിരുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 500 കോടി രൂപയുടെ തട്ടിപ്പാണ് ചെന്നിത്തല ആരോപിച്ചത്. തനിക്ക് ലഭിച്ച വിവരങ്ങൾ SITക്ക് മുന്നിൽ പറഞ്ഞെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. വിവരങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് SIT കണ്ടുപിടിക്കട്ടെ. തനിക്ക് വിവരങ്ങൾ കൈമാറിയത് ഒരു വ്യവസായിയാണ്. അത് ആരാണെന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്താൻ കഴിയില്ല. എനിക്ക് ലഭിച്ച വിവരങ്ങൾ ഞാൻ 161 അനുസരിച്ച് SITയുടെ മുമ്പിൽ പറയുകയുണ്ടായി. അവരതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലേഴ്സുമായി ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം എനിക്ക് കിട്ടിയ വിവരങ്ങളാണ് ഞാൻ നേരത്തെ ഒരു കത്ത് മുഖേന SIT ചീഫ് ശ്രീ വെങ്കടേഷിന് കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഇന്ന് കാണണമെന്ന് പറഞ്ഞു ഞാൻ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഇന്ന് വന്നത്. ഇന്ത്യക്ക് പുറത്തുള്ള വ്യവസായിയാണ് വിവരങ്ങൾ നൽകിയതെന്ന് രമേശ് ചെന്നിത്തല നേരത്തെ പറഞ്ഞിരുന്നു. സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു മാഫിയയാണ്. സംസ്ഥാനത്തെ ചില വ്യവസായികൾക്കും സ്ഥാപനങ്ങൾക്കും ഇത്തരം സംഘങ്ങളുമായി ബന്ധമുണ്ട്. പുരാവസ്തുവായ അമൂല്യ വസ്തുക്കൾ മോഷ്ടിച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘങ്ങളെക്കുറിച്ച് നേരിട്ടറിയാവുന്ന വ്യക്തിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിവരങ്ങൾ നേരത്തെ കത്ത് മുഖേന SITയെ അറിയിച്ചിരുന്നു. വ്യവസായിയെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. ഇത് സത്യമാണോ അസത്യമാണോ എന്നത് അന്വേഷിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. വ്യവസായിയെയും അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ വിളിപ്പിച്ചേക്കും. ന്യൂസ് 18 തിരുവനന്തപുരം.